നമസ്കാര സമയത്ത് മദ്ബഹായിൽ എത്ര മെഴുകുതിരി കത്തിക്കണം? ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സാധാരണ മദ്ബഹായിൽ നമുക്കറിയാം 12 തിരിയാണ് നമ്മൾ വയ്ക്കുന്നത്. 12 അപ്പോസ്തലന്മാരുടെ പ്രതീകമായി 12 തിരിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് 12 തിരിയിൽ ചില പള്ളികളിൽ 3 എണ്ണം ഒരു സൈഡിലും മറ്റൊരു സൈഡിലും 3, അങ്ങനെ 6 ക്യാൻഡിൽ ഇലക്ട്രിഫൈഡും 3 എണ്ണം ഫയേർഡ് ക്യാൻഡിലായിരിക്കും, തീയായിരിക്കും. ചില പള്ളികളിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ 10 എണ്ണം ഇലക്ട്രിഫൈഡും 2 എണ്ണം ഫയേർഡ് ക്യാൻഡിലും ആയിരിക്കും. അപ്പം ഈ പ്രശ്നം പള്ളിയിൽ നിൽക്കുന്ന അച്ഛൻ ശുശ്രൂഷക്കാരോട് പറയും മദ്ബഹ തുറക്കാൻ പറയും. ചില അച്ഛന്മാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർ പറയും ബൾബൂടെ കത്തിച്ചേക്കാൻ പറയും. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പോൾ ഈ ഫയേർഡ് ക്യാൻഡിൽ ഞാൻ ഒരെണ്ണം മാത്രം താഴെ വെച്ചിട്ടുണ്ട്, മേളിൽ ഇലക്ട്രിഫൈഡ് ക്യാൻഡിലാണ് വെച്ചേക്കുന്നത്. ഈ ഇലക്ട്രിഫൈഡ് ക്യാൻഡിൽ ഇങ്ങനെ വെച്ചാൽ 10 എണ്ണം കത്തിയിരിപ്പുണ്ട്, ഒരെണ്ണം ക്രിസ്തുവിൻ്റെ അടയാളമായിട്ടൊക്കെ നമ്മൾ നമസ്കാര സമയത്ത് വെക്കുന്ന. 10 എണ്ണം കത്തി വെച്ചാൽ 12 എണ്ണം അപ്പോസ്തലന്മാരുടെ പ്രതീകമാണ്. ഈ 2 അപ്പോസ്തലന്മാർ ആരൊക്കെയാണ് കത്താത്തത്? അത് നമുക്കറിയില്ല അല്ലേ. അതുകൊണ്ട് കത്തിക്കുകയാണ് എങ്കിൽ 12ഉം കത്തിക്കുക, ഇല്ലെങ്കിൽ 1 അതിൻ്റെ കൂട്ടത്തിൽ സൂത്താറയാകുമ്പോൾ 2 കത്തിക്കുക. എന്താ കാര്യം? 1 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്ന ക്രിസ്തുവിൻ്റെ അടയാളമായി, അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായി ഒരെണ്ണം കത്തിക്കുന്നു, അല്ലെങ്കിൽ സൂത്താറയുടെ സമയത്ത് 2 എണ്ണം കത്തിക്കുന്നു, അത് കുരിശിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കാണാനുള്ള ഭംഗിയല്ല ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാണാൻ ഭംഗി വേണ്ടാന്നല്ല അർത്ഥം, കാണാൻ ഭംഗിയോ കാണാൻ സൗന്ദര്യമല്ല. അങ്ങനെയായിരുന്ന പിതാക്കന്മാരെല്ലാം സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തേനെ. പട്ടിണി കിടന്നും ശരീരം ക്ഷീണിപ്പിച്ചും ഒക്കെ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുടെ പ്രത്യേകത അവർ കാണാനുള്ള സൗന്ദര്യത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, മറിച്ച് അവരുടെ ആരാധനയ്ക്കും അവരുടെ പ്രാർത്ഥനയ്ക്കുമാണ് കൂടുതൽ. ഇവിടെ നമ്മൾ അത് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ്. നമ്മുടെ ലൈറ്റ് കത്തിയിരിക്കുന്നത് കാണാൻ ഭംഗിയായിരിക്കാം, പക്ഷേ അതിലുപരിയായിട്ട് അതിൽ 12 എണ്ണം കത്തുമ്പോൾ 12 അപ്പോസ്തലന്മാരുടെ പ്രതീകമാകുകയുള്ളൂ. അല്ലാതെ 10 എണ്ണം കത്തിച്ച് വയ്ക്കാനും 6 എണ്ണം കത്തിച്ച് വയ്ക്കാനും പിന്നെ ഒരു മെഴുകുതിരി അല്ല, അങ്ങനെയല്ല. അത് 12, 6, 2, 1 ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത്. ത്രോണോസിൽ 12 മെഴുകുതിരി വേണമെന്ന് നിർബന്ധമില്ല, 6 അല്ലെങ്കിൽ 2 എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ലേവിയുടെ ദേറായിലും നാഗ്പൂർ സെമിനാറിലും ഒക്കെ നിലവിളക്കാണ് വെച്ചേക്കുന്നത്. അതിനകത്ത് 6 തിരിയാണ്, 6 6 12 തിരി അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അങ്ങനെയായിരുന്നാൽ ഈ 12 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കാനിടയാകട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കും.